നമസ്കാരം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പ്രാണായാമയാണ്. ഭ്രാമരി പ്രാണായാമ. ഭ്രാമരി പ്രാണായാമ എന്ന് പറയുന്നത് ഒരു സൗണ്ടോട് കൂടിയിട്ടുള്ള പ്രാണായാമയാണ്. അതുകൊണ്ട് തന്നെ അത് നാദ പ്രാണായാമയുടെ കൂട്ടത്തിലാണ് വരുന്നത്. ഈ നാദ പ്രാണായാമയുടെ ഗുണം എന്ന് പറയുന്നത് നമ്മളുടെ ബ്രീത്തിങ്ങിനോടൊപ്പം തന്നെ ഒരു ചെറിയൊരു വൈബ്രേഷൻ ബോഡിയിൽ ക്രിയേറ്റ് ചെയ്യും. ആ വൈബ്രേഷൻ കൊണ്ട് നമ്മുടെ തലച്ചോറിലെ നെർവസ് സിസ്റ്റത്തിലും ചില ചെറിയ മാറ്റങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അത് തന്മൂലം കുറേ ഹോർമോണൽ ഇംബാലൻസ് മാറ്റി ഹോർമോണൽ ലെവലിനെ ബാലൻസ് ചെയ്യാനും കഴിയും. ഈ ഭ്രാമരി പ്രാണായാമ എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. പേര് പോലെ വണ്ട് മൂളുന്നതാണ് ഈ പ്രാണായാമം. ഈ പ്രാണായാമം ചെയ്യുമ്പോൾ നമ്മൾ ഒരു മുദ്ര അഡാപ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ മുദ്രയുടെ പേരാണ് ഷൺമുഖി മുദ്ര. മുഖത്തുള്ള 7 വാതിലുകൾ അടയ്ക്കുന്നത് കൊണ്ടാണ് ഷൺമുഖി. 7 ഗേറ്റ്സ് അല്ലെങ്കിൽ 7 വാതിലുകൾ നമ്മൾ അടച്ചുകൊണ്ട് നമ്മളുടെ ശ്രദ്ധ ഉള്ളിലേക്ക് കൊണ്ടുവരുന്നത് കൊണ്ട് കുറച്ചും കൂടി ഡീപ്പായിട്ടുള്ളൊരു പ്രാണായാമയാണ്. അപ്പോൾ ആദ്യം മുദ്രയാണ് എങ്ങനെയാണ് അഡാപ്റ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഷൺമുഖി മുദ്ര എങ്ങനെയാണ് അഡാപ്റ്റ് ചെയ്യുന്നത് നോക്കാം. നമ്മളുടെ 10 വിരലുകളാണ് അതിനായി യൂസ് ചെയ്യുന്നത്. തള്ളവിരൽ കൊണ്ട് ചെവി അടയ്ക്കുക, ചൂണ്ടുവിരൽ കൊണ്ട് കണ്ണടയ്ക്കുക, നടുവിരൽ നിങ്ങളുടെ മൂക്കിൻ്റെ പാലത്തിൻ്റെ സൈഡിൽ വയ്ക്കുക, 4ാമത്തെ മോതിരവിരലും ചെറുവിരലും ചുണ്ടിൻ്റെ മുകളിലും താഴെയുമായിട്ട് വെക്കണം. അപ്പോൾ ഇങ്ങനെ വയ്ക്കുമ്പോൾ കൈ ഇങ്ങനെ വയ്ക്കാൻ പാടില്ല. കൈയിൻ്റെ വിരലുകൾ അല്പം ഒന്ന് ബെൻഡ് ചെയ്ത് വളച്ച് കൊണ്ട് വേണം ചെയ്യാനായിട്ട്. ചെവി, കണ്ണ്, മൂക്ക്, ചുണ്ട്. ഇനി 2 തോളുകളും സമമായിട്ട് വയ്ക്കുക. ശ്വാസം ഉള്ളിലേക്ക് എടുക്കണം മൂക്കിൽ കൂടി. ശ്വാസം വിടുന്നതിനനുസരിച്ച് ചെറുതായിട്ട് മൂളുക. റൗണ്ട് ചെയ്തതിന് ശേഷം കൈകൾ റിലീസ് ചെയ്ത് ചിന്മുദ്രയിൽ വെച്ച് റിലാക്സ് ചെയ്തിരിക്കുക. ശിരസിലും മുഖത്തുമായിട്ട് ഫീൽ ചെയ്യുന്ന വൈബ്രേഷനിൽ മാത്രം ശ്രദ്ധിക്കുക. ശരീരം പഴയ അവസ്ഥയിൽ വന്നതിന് ശേഷം സാവധാനത്തിൽ കണ്ണുകൾ തുറന്ന് ഇരിക്കുക. ഇപ്പോൾ ചെയ്തപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ചെറുതായിട്ടൊരു വൈബ്രേഷൻ, ഒരു മൂളൽ പോലെ, ഒരു ഞെരുക്കം പോലെ നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലും അതുപോലെ മുഖത്തും നമുക്ക് ഫീൽ ചെയ്യും. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ വൈബ്രേഷൻ. ഈ വൈബ്രേഷൻ ഇംബാലൻസ് ആയിട്ടിരിക്കുന്ന സ്റ്റേറ്റിനെ മാറ്റി ബാലൻസ് ചെയ്യും. ഒരു ഹോമിയോസ്റ്റാറ്റിക് ഫങ്ഷനിങ് നമുക്ക് ബോഡിയിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഓർമ്മക്കുറവ്, ശ്രദ്ധക്കുറവ്, അതുപോലെ തന്നെ നമ്മളുടെ പെട്ടെന്ന് നമുക്ക് റിയാക്ട് ചെയ്യുക, ഓവറായിട്ട് റിയാക്ട് ചെയ്യുക, അത് ദേഷ്യമായിരുന്നാലും സങ്കടമായിരുന്നാലും ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വരിക. ഈ അവസരങ്ങളിൽ ഏറ്റവും ഉചിതമായിട്ടുള്ളൊരു പ്രാക്ടീസാണ് ഭ്രാമരി പ്രാണായാമം. അപ്പോൾ റെഗുലറായിട്ട് ചെയ്യണം. ഈ പ്രാണായാമം കുറഞ്ഞത് 3 തവണയാണ് ചെയ്യേണ്ടത്. നന്ദി, നമസ്കാരം.